ഒരു ആ താഴെ പെപ്പെ ഓക്കെ ഓക്കെ ഗെയിംസ് ഓക്കെ. എന്ന് പറഞ്ഞത്. അറിയാമോ പെപ്പെ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാ. ആഹാ. ആ. രഞ്ജു വന്നോന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് നന്ദു. നന്ദു നന്ദുകുട്ട. നന്ദു ഇവിടെ നന്ദു ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നന്ദുനെ എനിക്കറിയാം. നന്ദു നമ്മുടെ കൂട്ടുകാരനാ, ചങ്ങായി. ആണോ? മീൻസ് ഒരുമിച്ചുള്ളയാണോ? അല്ലല്ല, ഞാൻ അവൻ കുവൈറ്റിലാണല്ലോ. ആ ശരിയാണല്ലോ, കുവൈറ്റിലാണല്ലോ. അവൻ കുവൈറ്റിലെ, ഞാൻ സൗദിയിലല്ലേ. അതെ 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 ജോസേട്ടൻ അതെ, ശരിയാ ശരിയാ ശരിയാ. ഇതില്ല, യൂട്യൂബിലെ ഫ്രണ്ട്. യൂട്യൂബിലെ ഫ്രണ്ട് അല്ലേ? അതെ അതെ, യൂട്യൂബിലെ ഫ്രണ്ടാണ്. നമുക്ക് ഓക്കെ യൂട്യൂബിലെ ഫ്രണ്ടിന്റെ ഉള്ളു ഇത്രയും ഞാൻ കൂടുതൽ. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടോ? ആണാ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. ഞാൻ ഡ്യൂട്ടിയില്ല. ഡ്യൂട്ടിയിലാണോ? ഓക്കെ, ഒരു പാട്ട് പാടാൻ പറ്റുമോ? അമ്മേ, ഞാൻ പാട്ട് പാടിയിട്ട് അവിടെ ചാനലിലുള്ള എല്ലാരും ഓടുമായിരുന്നു. അത് കേറി വരുന്ന എല്ലാവരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. പക്ഷെ നമ്മൾ അത് പാടിപ്പിച്ചിട്ട് വിടുന്നുണ്ട്. കാരണം ഒരു രണ്ടുപേരും, അധികം വേണ്ട, രണ്ടുപേരും. എന്റെ കൃഷ്ണ, തളരുന്നത് രാമൻകുട്ടി രണ്ടുപേരും, രണ്ടുപേരും. ഞാൻ തളർന്നിരിക്കുക. ഞങ്ങള് ജോലിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് പറയരുത്. തളർന്നിരിക്കുക. എന്നിട്ട് നമ്മള് ഈ പറഞ്ഞ കണക്ക് എന്താ പറയാ, ഒരു എന്ത് ജോലി? എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ. എന്ത് ജോലി? രഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് ബദ്രിക്കാരൻ. നന്ദുക്കുട്ടൻ. ഹായ് നന്ദു, ഹൗ ഡു യു ഡു? പാട് എന്ന് പറയുന്നത് പാടുപെടും ഇങ്ങനെയാണെങ്കിലേ. പാടിക്കോ. ആക്ച്വലി അല്ല, പാടാൻ വേണ്ടി തൊണ്ട ഇതാക്കിയല്ല, തൊണ്ട ഓൾറെഡി പോയി കിടക്കുക. കുഴപ്പമില്ല, നല്ല പാട്ട്, നല്ല സ്വരമുണ്ട്, നല്ല ഈണമുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു പാട്ട് പാടുമായിരുന്നു. പാടിക്കോ. ശ്രുതി വന്നല്ലോ. ഹായ് ശ്രുതി. ശ്രുതി വന്നു. അപ്പൊ പിന്നെ ശ്രുതി ഏത് ശ്രുതിയാ? ശ്രുതി നമ്മുടെ കോട്ടയത്തെ ശ്രുതി. വർക്കിലാന്ന് പറയുന്നുണ്ട്. എടാ നന്ദുവിന്റെ കഥ അറിയാമോ? ഇവൻ ഡെലിവറി കൊടുക്കാൻ പോകുന്ന വീട്ടിലെ അറബി പെണ്ണ് ഞങ്ങള് ലൈവ് കണ്ടോണ്ടിരിക്കുക. കുപ്പിയിലാക്കിയതല്ല, ഇവൻ അവിടെ കൊണ്ടുകൊടുത്തിട്ട് കാണുന്ന പെണ്ണുങ്ങൾക്കെല്ലാം മാപ്പി പുലൂസ് വേണം, എനിക്ക് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞു. മാപ്പി പുലൂസ് എന്ന് പറഞ്ഞ് പോയിട്ട് പൈസ മേടിക്കാറ്. എന്നിട്ട് മുക്കാലഫം കിട്ടി അവന് കടത്തോട് കിടന്നു. സ്പീഡിലെങ്ങാണ്ട് പോയതാ, പെണ്ണിന്റെ ഡെലിവറിയാന്ന് പറഞ്ഞു പോയി. അയ്യോടാ, പൈസ കിട്ടിയില്ല. അപ്പൊ പൈസയൊക്കെ അവൻ ജോലി ചെയ്ത പൈസ ഇതണക്ക് ഓരോരുത്തരും കൊടുക്കൂല്ലയോ. എന്താ ഫേസ് കാണിക്കാത്ത? അല്ലല്ല, അവൻ പാവം പിടിച്ചാണോ. വോയിസ് സൂപ്പറാന്ന് പറയുന്നുണ്ട് പെപ്പ. അത് തന്നെ പാട്. പിന്നെ ആരാ, ഞാനാണോ പാടണ്ടേ? ഞാൻ പാടണോ? ഞാൻ പാടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പാട്ട് പാടുവോ? ഞാൻ പാടണോ? ഞാൻ പാടിയ ഒരു പാട്ട് പാടണം. ഓക്കെ. ദൈവം, ഏത് പാട്ട് വേണം? ഇറങ്ങരുത്. ഞാൻ പാടട്ടെ. ഏത് പാട്ടായിരുന്നു? ഞാൻ പോട്ടെ. നമ്മൾ പെട്ടെന്ന് പാടാൻ പറയാം. ഓക്കെ. ചിങ്കാര കിന്നാരം ചിരിച്ചു കൊണ്ടുന്ന മണിക്കൂറുന്നേവാ പുന്നാരം കുറുമ്പുറുങ്ങുമി കുറുന്നു ചിന്തത്തെ മണിപ്പതക്കം അമ്മാനം കുന്നിക്കുളിരമ്പിളിയെ എന്നെ കുറുക്കുമ്പിളിലെ മമ്മം മാമുണ്ടു ഉറങ്ങുമല്ല. ഇത് പാടിക്കോ, ബാക്കി പാടിക്കും. പാടി ഒപ്പിച്ചെടുത്തത്. എന്റെ തൊണ്ട ശരിയല്ല. നല്ല രസമുണ്ട്, പാടിക്കോ. അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലും മതി കേട്ടോ. ഞാൻ എന്റെ ലൈവില് സ്ഥിരം പാടുന്നൊരു പാട്ടുണ്ട്, എല്ലാരും ഓടുന്ന പാട്ട്. രഞ്ജു പൊളിയാന്ന് പറയുന്നുണ്ട് നന്ദു. എന്നാ ഞങ്ങൾ നോക്കട്ടെ. അങ്ങനെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല.